ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശിവി. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 ആൽഫബറ്റ്സ് ഉണ്ട്. ആൽഫബറ്റ്സിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഗ്രാഫറ്റിക്, അതായത് നമ്മൾ എഴുതാനായി ഉപയോഗിക്കുന്ന ആ ഒരു ലിപി അഥവാ ഒരു ആകൃതിയാണ് നമ്മൾ ഗ്രാഫറ്റിക് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഫോണറ്റിക്, അതായത് ഒരു അക്ഷരത്തെ നമ്മൾ ഉച്ചരിക്കാനായി ഉപയോഗിക്കുന്ന ആ ഒരു ശബ്ദം അഥവാ ആ ഒരു ഫോണിക് സൗണ്ടിനെയാണ് നമ്മൾ ഫോണറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ 26 അക്ഷരങ്ങൾ മാത്രമുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന് 26 ഫോണിക് സൗണ്ടേ ഉള്ളോ എന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല. കാരണം പല റൂൾസ് അനുസരിച്ച് പല കോമ്പിനേഷനിൽ വരുമ്പോൾ ഒരേ അക്ഷരത്തിന് 1, 2, 3 അതിൽ കൂടുതലോ ഫോണിക് സൗണ്ട്സ് ഉണ്ടാകാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ഇംഗ്ലീഷിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ്. ഫോണറ്റിക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് എന്താണ് ഉപയോഗം അല്ലെങ്കിൽ ഗുണം എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയെ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാനും കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാനും സാധിക്കും. മുതിർന്നവർക്കും ഫോണറ്റിക് പ്രാക്ടീസ് ചെയ്യാം. അവർക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഭാഷയെ കുറച്ചും കൂടി നന്നായി കൈകാര്യം ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം കുറച്ചും കൂടി നന്നായി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനലിന് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമ്മുടെ ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോസിനെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്താ പറയുക, എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ്സ് വഴി അറിയിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.